രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ അലഹാബാദ് ഹൈക്കോടതി ഉത്തരവായി എന്ന് കേട്ടപ്പോൾ എനിക്കും വലിയ ഉത്സാഹമായി. അദ്ദേഹത്തിൻ്റെ കുറേ കാലമായിട്ട് കിടന്ന് കളിക്കുന്ന സാധനമാണല്ലോ ബ്രിട്ടീഷ് പൗരത്വം. അപ്പോൾ അത് ഡൽഹി ഹൈക്കോടതിയിലൊരു കേസുണ്ട്, അലഹാബാദ് ഹൈക്കോടതിയിലൊരു കേസുണ്ട്. അലഹാബാദ് ഹൈക്കോടതിയിലെ കേസ് വളരെ വേഗം മുന്നോട്ട് പോയി. അത് കൊടുത്തിരിക്കുന്നത് ഒരു BJP-ക്കാരനാണ്, വിഘ്നേഷ് ശിശിർ, കർണാടകക്കാരനാണ്. പക്ഷെ കൊടുത്തത് അലഹാബാദ് ഹൈക്കോടതിയിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങേര് കൊടുത്തു. ചടപടയെന്ന് അതിൻ്റെ പ്രൊസീഡിങ്സ് തുടങ്ങി. പ്രൊസീഡിങ്സ് ആദ്യം തുടങ്ങുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. മജിസ്ട്രേറ്റ് കോടതി കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളി. ഹൈക്കോടതി പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു കേസ് എടുക്കാം എന്ന് പറഞ്ഞ് കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു. CBIക്ക് നിർദ്ദേശം കൊടുത്തു എന്നൊക്കെയാണ് വാർത്ത വന്നത്. ആ വലിയ ബഹളമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരൊക്കെ ചെയ്തു. കുടുങ്ങി, രാഹുൽ ഗാന്ധി കുടുങ്ങി. ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പോൾ 1-2 ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇങ്ങനെക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്ന് കാണുന്നുണ്ട്. ഹൈക്കോടതി വെബ്സൈറ്റിൽ ഈ ജഡ്ജ്മെൻറ്റ് കാണുന്നില്ല. ജഡ്ജ്മെൻ്റ് എന്നല്ല, ഓർഡർ എന്നാണ് ഞാൻ പറയുന്നത്. ഓർഡർ കാണുന്നില്ല. കേസിൻ്റെ മറ്റെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഏതൊക്കെ ഡേറ്റിന് പോസ്റ്റ് ചെയ്തു, മാറ്റിവെച്ചു, അഡ്ജേൺ ചെയ്തു, പിടിച്ചു, അത് ഇത്, പിന്നെ വകുപ്പുകൾ, ഏകപ്പെട്ട വകുപ്പുകളാണ് കേട്ടോ. BNS, BNSS, പാസ്പോർട്ട് ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് വേണ്ട എൻ്റെ ദൈവമേ, കിതാബിലെ സകല വകുപ്പുകളും ഇട്ടാണ് ഇങ്ങേര് പരാതി കൊടുത്തത്. പരാതി മജിസ്ട്രേറ്റ് നിഷ്കരണം തള്ളി ഹൈക്കോടതിയിൽ വന്നു. അപ്പോൾ ഹൈക്കോടതിയാണ് അന്വേഷിക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുന്നത്. ഇത് ഓർഡർ കാണണ്ടേ? ഞാനിപ്പോൾ ആള് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തേ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നത് ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ പലതും പല രീതിയിൽ വരും. ഇത് ലൈവ് ലോ, ബാർ ആൻഡ് ബെഞ്ച് തുടങ്ങിയ ലോ റിപ്പോർട്ടിംഗ് ഹാൻഡിൽസ് ഉണ്ട്. അവരൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഓർഡർ കിട്ടാതെ ഞാനിത് ഈ വാർത്ത നിങ്ങളെ അറിയിക്കില്ല എന്ന് ഞാനും തീരുമാനിച്ചു. കാരണം വെബ്സൈറ്റിൽ ഓർഡർ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ലോവർ കോർട്ടുകളൊക്കെ അല്പം മടിയന്മാരാണ് കാര്യത്തിൽ. ഹൈക്കോടതി ബൈ ആൻഡ് ലാർജ് 1-2 ദിവസത്തേക്കൊക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ജാമ്യാപേക്ഷ അത് ഇതൊക്കെ ആണെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യും. കാരണം അത് അർജൻറ്റായിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് അയാളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരേണ്ടതാണ്. അതുകൊണ്ട് കക്ഷികൾക്കുള്ള കോപ്പിയും കൊടുക്കും. കക്ഷികൾക്ക് കോപ്പി കൊടുത്താൽ പിന്നെ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ ഇത് വെബ്സൈറ്റിലേക്കും കയറിക്കോളും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ. ഞാൻ 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ഹൈക്കോടതി വെബ്സൈറ്റിൽ ഓർഡർ കാണുന്നില്ല. ഓർഡർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഷീറ്റ് വരേണ്ടതാണ്, വരുന്നില്ല. അപ്പോൾ എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലായി. ഞാൻ ആയുധം താഴെ വെച്ചു. നിങ്ങളോട് ഇത് പറയാൻ വരട്ടെ, ഇതിൻ്റെ രണ്ടിലൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം നമ്മുടെ മനോരമയ്ക്ക് വന്നു, രാജീവ് ഗാന്ധിക്കെതിരെ കേസ് എടുക്കുന്നില്ല. 2 ദിവസം മുമ്പാണല്ലോ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ എടുക്കുന്നില്ല. അതെന്ത് പറ്റി? ഹൈക്കോടതി അങ്ങനെ വാക്ക് മാറുകയൊന്നുമില്ലല്ലോ. ഞാൻ ഹൈക്കോടതി വെബ്സൈറ്റിൽ കയറി നോക്കി. വെബ്സൈറ്റ് പഴയ പോലെ തന്നെ. കേസിൻ്റെ ഡേറ്റ്, നാൾ വഴി, ഇത്രാം തീയതി പോസ്റ്റ് ചെയ്തു, അത് ഇതൊക്കെ ഉണ്ട്. ഓർഡർ ഇല്ല. ഒടുവിൽ ഞാൻ വെബ്സൈറ്റ് അല്ലാതെയുള്ള മാർഗങ്ങൾ നോക്കി, വക്കീലന്മാർ വഴി അങ്ങനെ കണക്ട് ചെയ്ത് ഒരു കണക്കിന് ലക്നൗ ബെഞ്ചിലെത്തി. ഇത് അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിലാണ്. അലഹാബാദ് ഹൈക്കോടതിക്ക് 2 ബെഞ്ചുണ്ട്. ഒന്ന് അലഹാബാദിലും വേറൊന്ന് ലക്നൗവിലും. ലക്നൗ ബെഞ്ചിലാണ് ഈ കേസ്. ആ ഭാഗത്തുള്ള ഒരു വക്കീലിനും തപ്പിപ്പിടിച്ച് എൻ്റെ പൊന്നുമോനെ എങ്ങനെയെങ്കിലും ഇത് സംഘടിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾ സംഘടിപ്പിച്ച് തന്നു. അപ്പോഴും ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ഈ ഓർഡർ കയറിയിട്ടില്ല. പക്ഷേ ഇയാൾ സംഘടിപ്പിച്ചു തന്നു. അതിലാണ് ഈ കാര്യം കിടക്കുന്നത്. വിഘ്നേഷ് ശിശിർ വേഴ്സസ് രാഹുൽ ഗാന്ധി ആൻഡ് 3 others. അപ്പോൾ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാര്യം എന്താണ്?
കോർട്ട് നമ്പർ 14, ഓണറബിൾ സുഭാഷ് വിദ്യാർത്ഥി, ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥിയാണ് ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നേരെ കാര്യത്തിലേക്കും കിടക്കുകയാണ്. ആഫ്റ്റർ ഹിയറിംഗ് ദ സബ്മിഷൻസ് ഓഫ് ശ്രീ വിഘ്നേഷ് ഈശ്വർ, വിഘ്നേഷ് ഈശ്വർ പാർട്ടി ഇൻ പേഴ്സൺ ആണ് വാദിച്ചത് നേരിട്ട്, അയാൾക്ക് വക്കീലൊന്നുമില്ല. എതിർകക്ഷികളായിട്ട് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു, യൂണിയൻ ഓഫ് ഇന്ത്യ ഒക്കെ കഴിഞ്ഞിട്ട് ജഡ്ജ് അവരോട് ചോദിച്ചു, ഡ്യൂറിങ് ഹിയറിംഗ് the court had put a specific question to the petitioner as well as the learned counsel appearing in the matter. ഈ ബാക്കി വക്കീലന്മാരോടും പെറ്റീഷനോടും ജഡ്ജ് ഒരു ചോദ്യം ചോദിച്ചു, whether a notice was required to be issued to the opposite party number 1. ഇത് എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എതിർകക്ഷി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി. അപ്പോൾ all of them submitted that there is no requirement of issuance of a notice to the proposed accused while deciding an application under so and so. Therefore, no notice needs to be issued to the proposed accused opposite party number 1. അപ്പോൾ ഈ വക്കീലന്മാരും പിന്നെ ഈ പറഞ്ഞ വിഘ്നേഷ് ശിഷ്യരും പറഞ്ഞു, ഇല്ല ബഹുമാനപ്പെട്ട കോടതി, എതിർ പാർട്ടിക്ക് നോട്ടീസൊന്നും അയക്കേണ്ട കാര്യമില്ല ഈ പ്രൊസീഡിങ്സിൽ. കോടതിക്ക് അങ്ങ് തീരുമാനം, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വാദം മാത്രം കേട്ട് തീരുമാനിക്കാവുന്നതാണ്. കാര്യം ശരിയുമാണ് കേട്ടോ. കാരണം ഒരാളൊരു കുറ്റം ചെയ്തു എന്ന് നമുക്ക് ബോധ്യമുണ്ട്, അതിൻ്റെ അത്യാവശ്യം കടലാസുകളൊക്കെ ആയിട്ട് നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസ് FIR ഇടണം എന്നാണ് നിയമം. പോലീസ് FIR ഇട്ടില്ലെങ്കിൽ നമ്മൾ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ അടുത്ത് പോകണം. സൂപ്രണ്ട് ഓഫ് പോലീസും FIR ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകും, സാർ പോലീസ് ഒന്നും ചെയ്യുന്നില്ല, സാർ ഇടപെടണം. അപ്പോൾ മജിസ്ട്രേറ്റ് നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത് കാര്യമായ ഒഫൻസ് ഉണ്ടല്ലോ, നിസ്സാര സംഗതിയല്ലല്ലോ. ഉടനെ പുള്ളി ഇത് പോലീസിനെ മാർക്ക് ചെയ്ത് FIR ഇടോ എന്ന് പറയും. അപ്പോൾ പോലീസ് പൂച്ച പോലെ FIR ഇട്ട് അന്വേഷണം തുടങ്ങും. ഇതാണ് FIR ഇടിക്കുന്ന പ്രക്രിയ. ഇവിടെ ശിഷ്യർ പോലീസിൽ പോയി നടന്നില്ല, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി നടന്നില്ല. മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇത് പോലീസിന് കൊടുത്ത് FIR ഇടിക്കാനും മാത്രമുള്ള മാറ്റർ ഒന്നും ഇതിനകത്തിലിടും, ഇതെന്താ ഇത് വിദേശത്ത് പൗരത്വം കൊണ്ട് അത് ഇതെന്ന് പറഞ്ഞ് കുറേ ഫോട്ടോ കോപ്പിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു, നോൺ ദിസ് കനോട്ട് ബി ഗുഡ്. അപ്പോൾ അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ആ ഓർഡർ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. പാട് കുറേ പെട്ടിട്ടുണ്ട് പാവം. അപ്പോൾ ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഇയാൾ പറയുന്നതിനകത്ത് കഴമ്പുണ്ട്, FIR ഒക്കെ ഇടിക്കേണ്ടതാണ്, ഞാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുക, എതിർ പാർട്ടി രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമുണ്ടോ ഇതിൽ? ഇല്ല സാർ, ഇല്ല, വകുപ്പും ചട്ടമൊക്കെ നോക്കുക, അങ്ങനെ ഇതില്ല. കാരണം ഒരാൾക്കെതിരെ FIR ഇടാനായിട്ട് അയാളെ അറിയിക്കണമെന്നൊന്നുമില്ല. എൻ്റെയും നിങ്ങളുടെയൊക്കെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ FIR കാണും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ചാകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പോലീസ് വരുന്നത്. അത് വരുമ്പോൾ കാണാം, അല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്കെതിരെ FIR ഉണ്ടോ സാർ എന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ചു എന്നുള്ള ഒറ്റക്കുറ്റത്തിന് താൻ കയറി ഈ ലോക്കപ്പിൽ കിടക്കണോ എന്നും കൂടെ പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് ആരും ഈ വഴക്ക് വയ്യാവേലി വിലയ്ക്ക് മേടിക്കാൻ പോകാറില്ല. ഏതായാലും ഇവരെല്ലാം കൂടെ കഴിഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നോ നോട്ടീസ് നീഡ്സ് ടു ബി ഇഷ്യൂഡ് ടു ദ പ്രൊപ്പോസ്ഡ് അക്യൂസ്ഡ് ഓപ്പോസിറ്റ് പാർട്ടി നമ്പർ 1 while deciding an application under section 528. എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫ്, thereafter the court had dictated a judgment in the open court. തുറന്ന കോടതിയിൽ ഈ ജഡ്ജി ജഡ്ജ്മെൻറ്റും ഡിക്റ്റേറ്റ് ചെയ്തു. അത് അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്യും. ദ കോർട്ട് ഹാഡ് ഡിക്റ്റേറ്റഡ് എ ജഡ്ജ്മെൻറ്റ് ഇൻ ദ ഓപ്പൺ കോർട്ട്. ഇതാണ് വാർത്തയായിട്ട് വന്നത്. കാരണം ഇദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്തു, രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചു, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റ് അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് ഇത് ടൈപ്പ് ചെയ്തെടുക്കുകയും ചെയ്യും, നമുക്കിത് കേൾക്കുകയും ചെയ്യാം. ഇതാണ് ഓപ്പൺ കോർട്ടിൽ വിധി പറയുക. എല്ലാ വിധികളും ഓപ്പൺ കോർട്ടിൽ പറയണമെന്നാണ്.
വിധി തയ്യാറാക്കുന്നത് ചിലപ്പോൾ വീട്ടിലിരുന്നോ ആഫീസിലിരുന്നോ ഒക്കെ ആയിരിക്കും. പക്ഷേ വിധി പ്രൊനൗൺസ് ചെയ്യുന്നത് ഓപ്പൺ കോർട്ടിലായിരിക്കണം. വിധി 450 പേജ് ഉണ്ടെന്ന് വെച്ചു. ഈ 450 പേജ് ഓപ്പൺ കോർട്ടിൽ വായിക്കാൻ പറ്റുമോ? പ്രായോഗികമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് മാത്രം വായിക്കും. എന്നിട്ട് അടുത്ത കേസിലേക്ക് പുള്ളി പോകും. ഉച്ചയ്ക്കോ വൈകുന്നേരം ആയി കഴിയുമ്പോൾ വിധി മൊത്തം വെബ്സൈറ്റിൽ വരും. അതാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ വിധിയുടെ വിശദാംശങ്ങൾ വരട്ടെ എന്നിട്ട് പറയാം എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അതിതാണ്. വിധി മുഴുവൻ കയ്യിൽ വന്നിട്ടില്ല, ഓപ്പറേറ്റീവ് പാർട്ട് കേട്ടു, അത്രയേ ഉള്ളൂ. ഏതായാലും ഇദ്ദേഹം ഈ ജഡ്ജ്മെൻറ്റ് ഓപ്പൺ കോർട്ടിൽ ഡിക്റ്റേറ്റ് ചെയ്തു. ഹൗവർ, ബിഫോർ ദ ജഡ്ജ്മെൻറ്റ് കുഡ് ബി ടൈപ്ഡ് ആൻഡ് സൈൻഡ്, ജഡ്ജ്മെൻറ്റ് മുഴുവൻ ടൈപ്പ് ചെയ്ത് കറക്ഷനൊക്കെ വരുത്തി ഒപ്പിടുന്നതിന് മുമ്പ് the court came across a judgment rendered by a full bench of this court. ഇത് ഒപ്പിടുന്നതിന് മുമ്പ് അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു ഫുൾ ബെഞ്ച് എന്ന് വെച്ചാൽ 3 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച്, ആ ഫുൾ ബെഞ്ചിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ജഗന്നാഥ വർമ്മ എന്നുള്ള ഒരാളിൻ്റെ കേസിൽ ഫുൾ ബെഞ്ച് കൊടുത്ത വിധി ശ്രദ്ധയിൽപ്പെട്ടു. ആ വിധിയിൽ ഇതേ പ്രശ്നമായിരുന്നു. മജിസ്ട്രേറ്റ് കേസെടുക്കാൻ വിസമ്മതിച്ചു. അയാൾ ഇവിടെ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ ചോദ്യം വന്നു, മറ്റേ കക്ഷിക്ക് നോട്ടീസ് അയക്കണമെന്നുള്ള ചോദ്യം വന്നു. അത് ഫുൾ ബെഞ്ചിന് റെഫർ ചെയ്തു. ഫുൾ ബെഞ്ച് അത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് മറ്റേ കക്ഷിക്കും കൂടെ നോട്ടീസ് അയക്കണം. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കേസ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ മറ്റേ കക്ഷിയെ അറിയിക്കേണ്ട. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി നിഷേധിച്ച ഹൈക്കോടതിയിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്കും നോട്ടീസ് അയക്കണം എന്ന് ലോയും ചട്ടവും ന്യായവും അതും ഇതുമൊക്കെ വെച്ചിട്ട് ഫുൾ ബെഞ്ചിൻ്റെ വിധി വിധി വന്നത് 2014 ഇത് ഇദ്ദേഹത്തിനും അറിയില്ല, അവിടെ കൂടിയ വക്കീലന്മാർക്ക് അറിയില്ല, ഈ ശിശിരനും അറിയില്ല. അങ്ങനെ സംഭവിച്ചതാണ്, അറിയാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. ഏതായാലും ലാസ്റ്റ് മിനിറ്റിൽ ജഡ്ജി അത് കണ്ടുപിടിച്ചു. ഇൻ വ്യൂ ഓഫ് ദ aforesaid legal position, it appears that the application under section so and so should not be decided without issuing notice to opposite party number 1. ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ റിവിഷൻ പെറ്റീഷൻ ഇത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഓപ്പോസിറ്റ് പാർട്ടിക്കും കൂടെ നോട്ടീസ് അയക്കണം എന്ന് വ്യക്തമായി. The parties need to be given an opportunity to address the court on this aspect of the matter. The parties, രാഹുൽ ഗാന്ധി കൂടാതെ 3 പേര് കൂടെ ഉണ്ടല്ലോ അല്ലേ? ശ്രീ രാഹുൽ ഗാന്ധി ആൻഡ് 3 others. രാഹുൽ ഗാന്ധിയും 3 മറ്റുള്ളവരുമുണ്ട്. അവരാരാണെന്ന് ഇതിൻ്റെ കടലാസുകളൊക്കെ നോക്കി ഒക്കെ എടുത്താൽ മാത്രമേ ആ പേരുകൾ കിട്ടുകയുള്ളൂ. സാധാരണ മെയിൻ ഒരു പാർട്ടിയുടെ രാഹുൽ ഗാന്ധി ആൻഡ് അതേഴ്സ് എന്ന് പറയും. ആ അതേഴ്സിൽ ചിലപ്പോൾ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കണ്ടു എന്ന് വരും കേട്ടോ. കോടതിക്ക് ആ നോട്ടമൊന്നുമില്ല, ആദ്യത്തെ ഒരു പേരെടുത്തിട്ട് അങ്ങോട്ട് എഴുതി ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ് തട്ടും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് പാർട്ടിയായ രാഹുൽ ഗാന്ധിക്കും മറ്റ് 3 പേർക്കും നോട്ടീസ് അയക്കേണ്ടതുണ്ട്. അവർക്ക് പറയേണ്ടത് എന്താണെന്നും കൂടെ കേൾക്കണം. എന്നിട്ട് കോടതി പറഞ്ഞു, therefore list this case on 24/26 for further hearing. എന്നാൽ ഇഷ്യൂ നോട്ടീസ് എന്ന് പറഞ്ഞാൽ മതി. 20-ാം തീയതിക്ക് വീണ്ടും കേസ് വെച്ചിരിക്കുക, 20-ാം തീയതി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഇഷ്യൂ നോട്ടീസ് എന്ന് പറയാൻ പോകും. വേണമെങ്കിൽ അത് ഇതിൽ തന്നെ പറയാം, ഇഷ്യൂ നോട്ടീസ് ടു ഓപ്പോസിറ്റ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞു. അതെന്തുകൊണ്ടോ ഇദ്ദേഹം ചെയ്യുന്നില്ല. 20-ാം തീയതി വീണ്ടും പോസ്റ്റ് ചെയ്യുക എന്ന് പറയും. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എത്രയാ? 19, 20 ആയല്ലോ. എന്തു ആയിക്കോട്ടെ, ഏപ്രിൽ 17-ാം തീയതിയിലത്തെ ഓർഡറാണ്. ഇതുവരെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ജഡ്ജിയുടെ പേര് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്നുള്ളത് ഉത്തർപ്രദേശിലെ ഒരു സർനെയിമാണ്, വ്യാപകമായിട്ട് പലർക്കും ഉള്ളൊരു സർനെയിമാണ്. ഏതായാലും വിചിത്രമായ ഈ ജഡ്ജ്മെൻറ്റ് എനിക്ക് സംഘടിപ്പിച്ചു തന്ന എൻ്റെ ആ സുഹൃത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതല്ലെങ്കിൽ ഞാനും വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയനെ. ഈ പത്രക്കാരെയൊക്കെ വിശ്വസിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് പിടിക്കടാ അവനെ എന്നൊക്കെ പറഞ്ഞിട്ടാകും.
ഞാനിത് ചെയ്യാത്തത് മിക്കവാറും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് കയ്യിൽ കിട്ടാതെ ഞാൻ കേസുകളെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാറില്ല. അതല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ആവശ്യമില്ലാത്ത ചില കേസുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പല ഡീറ്റെയിൽസും പേപ്പറിൽ വരും. ജഡ്ജ്മെൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്ന് പല ഇൻഫർമേഷനൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അപൂർവം ചില കേസുകളിൽ ജഡ്ജ്മെൻറ്റ് കയ്യിലില്ലാതെ ഞാൻ സംസാരിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇത്തരം കേസുകൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ കേസ് എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയാണെന്നാണ് നിങ്ങളുടെ വിചാരം. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു FIR ഇടുക എന്ന് പറഞ്ഞാൽ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അതും പൗരത്വത്തെ സംബന്ധിച്ച് പാസ്പോർട്ട് ആക്റ്റും ഒഫീഷ്യൽ സീക്രട്ട് ആക്റ്റും BNS-ഉം BNSS-ഉം ഒക്കെയുള്ള ഒഫൻസ്, ഫോർജറി, അത് ഇതൊന്നും പറയണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വളരെ കാഷ്വലായിട്ട് മജിസ്ട്രേറ്റോ ജഡ്ജിയോ ഒരു തീരുമാനം അങ്ങ് എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. മിയർലി ബിക്കോസ് ഓഫ് ദ സ്റ്റേച്ചർ ഓഫ് രാഹുൽ ഗാന്ധി. അത് വളരെ സൂക്ഷിച്ചേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ജഡ്ജ്മെൻറ്റ് കയ്യിലില്ലാതെ സംസാരിക്കില്ല എന്ന് ഞാനും വെച്ചു. 1-2 ദിവസം താമസിച്ചു. ഇപ്പോൾ താമസിച്ചുകൊണ്ട് ക്ഷമ കാണിച്ചുകൊണ്ടുമാണല്ലോ സത്യം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിലെനിക്കും ഒരു ചാരിതാർത്ഥ്യമുണ്ട്. കേട്ടപാടെ എടുത്തു ചാടി വാർത്ത എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് വഷളാകേണ്ട സ്ഥിതി വന്നേനെ. അത് വരാത്തതിന് ദൈവത്തിന് നന്ദി. താങ്ക് യു.